ഓക്കെ, ആഷിം മരിയിൽ നോക്കൂ, ഈ മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ആരെയും ഭയക്കേണ്ടതില്ല, ഈ കൈകൾ ശുദ്ധമാണ്, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. നിയമസഭയ്ക്കകത്ത് കേട്ടു, പുറത്ത് കേട്ടു. പക്ഷേ ഇ ഡി വന്നപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഇ ഡിയെ തുരത്താനുള്ള ശ്രമങ്ങളൊക്കെ ആയി. അതാണ് നമ്മൾ കണ്ടത്, തിരുവനന്തപുരത്ത് കണ്ടത്. പിണറായിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ വിഭിന്നമായിട്ട് തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അതായിരുന്നു. ഇപ്പോൾ സി ബി ഐ ഒരു പക്ഷേ അന്വേഷിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഈ ഒരു കേസിൻ്റെ ഗുരുതര സ്വഭാവം ഇ ഡി ജീവനക്കാർ, ഇ ഡിയുടെ കേരള യൂണിറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ആ വിഷ്വൽ സഹിതമാണ് അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞു, പശ്ചിമ ബംഗാളിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ അന്വേഷണം സി ബി ഐക്ക് വിടുകയായിരുന്നു. സി ബി ഐ ആണ് അവിടെ അന്വേഷിച്ചത്. ആ ഷെയ്ഖിനെയൊക്കെ പൊക്കിക്കൊണ്ടുപോയത് സി ബി ഐ ആണ്, അല്ലാതെ അവിടുത്തെ ബംഗാൾ പോലീസായിരുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായും സി ബി ഐ അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും. സി ബി ഐ വന്നു കഴിഞ്ഞാൽ സഹകരിക്കേണ്ടി വരും. അതോ ഇനി സി ബി ഐയും ഇതേപോലെ തുരത്താനുള്ള പ്രതിഷേധമായിരിക്കുമോ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക, എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇത് കുറെ ഊഹാപോഹങ്ങൾ വെച്ചുള്ള ഈ ചോദ്യം തന്നെ അപ്രസക്താന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അപ്രസക്തമാകുന്നത്? അപ്രസക്തമാകുന്നത്, ഒന്ന്, ഇ ഡി ഇങ്ങനെ ഒരു പരാതി കൊടുത്തു, ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ടാവുന്നില്ല, ഇനി സി ബി ഐ വരണമെന്ന് ഇ ഡി പറഞ്ഞു. ഇ ഡിക്ക് അങ്ങനെ പരാതി ഉണ്ട്. അല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കാതെ, ഇ ഡി അന്വേഷണം എക്സാലോജിക്കും സി എം ആർ എല്ലിനും തമ്മിലുള്ള ആ ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണമാണ്. സി ബി ഐ വരുന്നത്, അതായത് കേരള പോലീസ് സുതാര്യമായി അന്വേഷിക്കുന്നില്ല. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് കേരള പോലീസ് അന്വേഷിക്കുന്നില്ല. ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. മാത്രമല്ല, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസാണ് ഇ ഡി ഉദ്യോഗസ്ഥ ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും കുടുംബമൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുത്തരം പറയും? അപ്പോൾ സ്വാഭാവികമായും ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതായി സംശയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ വരട്ടെ, സി ബി ഐ വരണം എന്നവർ പറയുമ്പോൾ അതെങ്ങനെയാണ് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാവുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല കേട്ടോ സി ബി ഐ വരണമെന്ന്. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന്, ഈ സി ബി ഐ വരും, ഇത് ആരെ പേടിപ്പിക്കാണ്? സലീം കുമാറിന്റെ പെരുമഴക്കാലത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, വരട്ടെ എന്നൊക്കെ പറഞ്ഞവരുടെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ മാളത്തിലായിരുന്നില്ലേ? നിരന്തരമായി ഇത് റൊട്ടേറ്റ് ചെയ്ത് അന്ന് നടന്ന സംഭവം എന്താ? നിങ്ങളൊന്ന് ആ വിഷ്വൽ ഒന്നിട്. അന്ന് എങ്ങനെയാണ്? അതീവ രഹസ്യമായി ഇ ഡി വരുന്നു. നിങ്ങൾ തന്നെ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, 3.5 മണിക്കൂർ വരെ അവിടെ ആരും എത്തിയിട്ടില്ല. ഈ 3.5 മണിക്കൂർ വരെ ഈ വിഷ്വലുകളിൽ, ചാനലുകളിൽ ഇവിടുത്തെ ആരും രഹസ്യമായിട്ട് വന്നാലും സഖാവ് പിണറായിയെ പോലെയുള്ള ഒരു ജനനേതാവിന്റെ, അത് ആരാണെങ്കിലും, ഒരു എം എൽ എയുടെ വീട്ടിലാണെങ്കിൽ പോലും വാർത്ത വരുമ്പം വിഷ്വൽ മീഡിയ വളരെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയും പ്രചരിക്കുന്നുണ്ട്. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള പോസ്റ്ററുകളും അതുപോലെ തന്നെ വോയിസുകളും മെസ്സേജുകളും വാർത്തകളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനുകൂലികളായ ആളുകൾ ഏത് പാർട്ടിയുടേതാണെങ്കിലും അത് തടിച്ചുകൂടും. അതിന് ഒരു മുന്നൊരുക്കമൊന്നും ആവശ്യമില്ല. അത്തരത്തിൽ സഖാവ് പിണറായിയെ പോലെയുള്ള ഒരു നേതാവിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ആയിട്ട് ബന്ധമുള്ള, അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധമുള്ള വീടുകളിലൊക്കെ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു. കേരളത്തിലുള്ള എല്ലാ വീടുകളിലുള്ള ടെലിവിഷൻ സ്ക്രീനുകളിൽ ഇതല്ലേ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ കാണുന്നതിനിടയിൽ ഇഷ്ടപ്പെടുന്നവർ, നിങ്ങൾക്ക് ചിലപ്പോൾ വെറുപ്പുണ്ടാകും. ഒരു നേതാവിന് ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും അത് ഓരോരുത്തരുടെ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ്. ഇഷ്ടപ്പെടുന്നവർ അവരവിടെ എത്തിയിരിക്കും, അവരവിടെ എത്തിയിട്ടുണ്ട്. ആ എത്തിയതിനു ശേഷം അവരുടെ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ അവിടെ ഒരു അലോസരവും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇ ഡി അന്വേഷണം നടത്തി പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് ആളുകൾ, കാറുകൾ, ഒരു വ്യക്തിയുടെയെങ്കിലും ശരീരത്തിൽ സ്പർശിക്കുന്നതിന്റെ ഒരു വിഷ്വൽ പോലും അവിടെ കാണാനുണ്ടായിട്ടില്ല. അത് കാണുകയുമില്ല, കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. പോകുന്ന പോക്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു തർക്കമുണ്ടായെടുത്തുന്ന ഒരു വണ്ടി എടുത്തു പോകുമ്പോൾ പോലും ആളുകൾ കാണിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അവിടെ കാണിച്ചത്. അത് വലിയ കേരളത്തിലെ കലാപഭൂമിയാക്കുന്ന രൂപത്തിലുള്ള വലിയ എന്തോ സംഭവം നടന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥ
യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും വലിയ തെറ്റാരാ ചെയ്തത്? ED ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരം എന്താണ്? ED ഒരു സ്റ്റേറ്റിലേക്ക് വരുമ്പോ ഇവിടുത്തെ പോലീസ് സേനയെ അറിയിച്ചാൽ അവിടുന്ന് ആരും ഒളിച്ചു പോകാൻ പോകുന്ന ആളൊന്നുമില്ല. സഖാവ് പിണറായി ഈ നാട്ടിലുള്ള ആളുകളാണ്, ഇടതുപക്ഷം ഈ നാട്ടിലുള്ള ആളുകളാണ്. അവിടെ നിന്ന് ഒരാളും ഒളിച്ചു പോകാൻ പോകുന്നില്ല. അവർക്ക് ചോദ്യം ചെയ്യേണ്ടവരെ കണ്ടെത്തേണ്ടവർ അവർക്ക് കണ്ടെത്താലോ. ഇനി അതല്ല, അവരെത്തിക്കഴിഞ്ഞാലെങ്കിലും ഇവിടുത്തെ പോലീസ് സേനയെ അറിയിക്കണോ? പോലീസ് സേന ആളെ കണ്ടിട്ട് അവിടെ എന്തോ നടക്കുന്നു എന്ന് കണ്ടറിഞ്ഞിട്ടാണ് അവിടെ പോയത് എന്നാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. ഇവിടെ ആരും അറിയാതെ രഹസ്യമായി വന്നിട്ട് കുറെ തോക്കും പിടിച്ച് നിന്നാൽ അത് കണ്ട് പേടിക്കുന്ന വടക്കേ ഇന്ത്യയിലുള്ള ആളുകളാണെന്ന് കരുതിയോ? കേരളത്തിലുള്ള ആളുകൾ ഇവിടെ ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ വാരിക്കുന്തവും കൊണ്ട് പോയ ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാരാ. അവരുടെ മുന്നിലേക്ക് 4 തോക്കും പിടിച്ച് നിന്നിട്ട് അവരങ്ങനെ ചുറ്റും ഉലാത്തിയാൽ ആളുകൾ പേടിക്കുന്ന കരുതുന്നിടത്താണ് നിങ്ങളുടെ തെറ്റ്. പിന്നെ ഒന്ന്, നിങ്ങൾ എപ്പോഴും പറഞ്ഞു പേടിപ്പിക്കുന്ന CBI, ആ CBIയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് നമ്മൾ അതിന് പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും അതിന്റെ അർത്ഥം ഇപ്പോഴാ പിടികിട്ടത്. അത് കോൺഗ്രസ് BJP ഇൻവെസ്റ്റിഗേഷന്റെ ഒരു നീക്കമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ GV ഹരി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ. GV ഹരി പറഞ്ഞ എന്താണ്? അവിടെ വല്ലാത്തൊരു പ്രക്ഷോഭം, ഇങ്ങനെ എല്ലാവർക്കും നീതി കിട്ടണം. ഈ നീതി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലല്ലോ, രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലല്ലോ. ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലടക്കം വന്ന് ട്രെയിൻ കത്തിച്ച് തടഞ്ഞില്ലേ? ഡൽഹിയിൽ ശാന്തിനഗറിൽ ഉൾപ്പെടെയുള്ളിടത്ത് EDയുടെ കാറ് കത്തിച്ചില്ലേ? അന്നൊന്നുമില്ലാത്ത ഒരു ബോധം ഇപ്പോഴെവിടുന്ന കടന്നു വന്നത്? പറയുന്നത് എപ്പോഴും നേതാക്കളുടെ നേരെ അന്വേഷണങ്ങൾ വരുമ്പോ ആ അന്വേഷണം ഒരു പരിധിവരെ രാഷ്ട്രീയ താല്പര്യത്തിലാണെങ്കിൽ ആ രാഷ്ട്രീയ താല്പര്യത്തിൽ വരുന്ന പ്രതികരിക്കാൻ ജനങ്ങൾ തയ്യാറാകും. ആ പ്രതികരണം പിണറായി പ്രതിപട്ടികയിലില്ല. CMRL ഇടപാടിൽ പിണറായി വിജയൻ പ്രതിപട്ടികയിലില്ല. വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ ആണ് പ്രതി. വീണ തൈക്കണ്ടിയിൽ താമസിക്കുന്നത് പിണറായിയുടെ 3 ലക്ഷം പ്രതിമാസം 3 ലക്ഷം രൂപ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് വീണ തൈക്കണ്ടിയിൽ താമസിക്കുന്നത്. വീണ തൈക്കണ്ടിയിൽ മറ്റൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നെങ്കിൽ ED അങ്ങോട്ട് പോവായിരുന്നു. അവിടെ എന്തിനാ ഇത്രയും പ്രവർത്തകർ തടിച്ചുകൂടിയത്? പിണറായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണോ ED വന്നത്? എന്തിനു തടിച്ചുകൂടി? ഏത് അന്വേഷണ ഏജൻസി വന്നാലും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടെ കടന്നു വന്നാൽ അതിവിടെ തടിച്ചുകൂടുകയും ചെയ്യും. പിണറായി പാർട്ടി ഗ്രാമമാണ്. ഒരു മിനിറ്റ്, ശ്രീ ആഷിമരി, പിണറായിൽ പ്രശ്നം ഉണ്ടായില്ലല്ലോ. തടിച്ചുകൂടിയല്ലോ ആളുകൾ. അവിടെ MV ജയരാജനും KK രാഗേഷും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആളുകൾ തടിച്ചുകൂടി. നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അവർ പിരിഞ്ഞുപോയി. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ? എന്തുകൊണ്ടാണ് ഗോവിന്ദൻ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ പോരെ? പ്രവർത്തകർ പിരിഞ്ഞു പോകണം, ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു വഴി തുറന്നു കൊടുക്കണം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ? അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഈ സംഘർഷം ഉണ്ടാവുമായിരുന്നു? എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? അതിനുത്തരം പറ. അത് എലിക്കണിയിലേക്ക് വന്ന് കയറുമ്പോൾ എലി ശ്രദ്ധിക്കേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട്. പുറത്തേക്ക് പോകുമ്പോഴേക്കും അത് ആ കെണി വെച്ചവരോട് അത് അതിനുള്ള ഔദാര്യം അത് ചോദിക്കണം. വന്ന് കയറുന്നത് പോലെ തിരിച്ചു പോകാൻ എല്ലായിടത്തും പറ്റിയെന്ന് വരില്ല. അവിടെ മറ്റ് രണ്ട് സ്ഥലത്തും നിങ്ങൾ അവിടെ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ നിന്ന് മാന്യമായിട്ടാണ് അവിടെ ED പോയത്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടുന്ന് പോയി. ഇവിടെ നേതാക്കളെ വിശ്വാസത്തിലെടുക്കണമായിരുന്നു. അവിടെയുള്ള പോലീസുമായി ഇവിടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോയത്. ഇവിടെയും മീഡിയ മര്യാദ കാണിക്കണമായിരുന്നു. പകരം ഇത് ഒറ്റ ഉദ്ദേശത്തിൽ സഖാവ് പിണറായിയെ മകൾ വീണ വഴി എങ്ങനെ കുരുക്കാമെന്ന് ആലോചിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോൾ സ്വയം കഴുത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മേൽ കെട്ടിയേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ആവശ്യമില്ല എന്നാ പറഞ്ഞത്. പിന്നെ ശബ്ദിച്ചത് പ്രതിഷേധിച്ചത് നേതാക്കൾക്കെതിരെ പറയുകയാണെങ്കിൽ ഷമാ മുഹമ്മദ് ഒക്കെ പ്രതിഷേധിക്കുന്ന കണ്ടിട്ടില്ലേ? GV ഹരിയൊക്കെ എന്റെ ആ പ്രതിഷേധത്തിന് അപ്പുറം എന്താണ് പ്രതിഷേധിച്ചിട്ടുള്ളത്? ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന BJP ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുധങ്ങളായി മാറിയിരിക്കുന്ന ഇത്തരം സംഘങ്ങൾക്ക് കുഴലൂത്ത് നടത്താൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് കോൺഗ്രസ് മാറി എന്നതാണ്
ഒരു മാസത്തിനിപ്പുറം നമുക്ക് കാണാൻ കഴിയുന്ന അല്ല, വലിയ നമുക്ക് ED തന്നെ പിരിച്ചു വിട്ടേക്കാം. ആഗ്രഹിക്കുന്നത്. ED തന്നെ നമുക്ക് പിരിച്ചു വിട്ടേക്കാം. ജോർജ് ജോസഫ് സാറിന്റെ അതും കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് നിരീക്ഷണങ്ങളാണ്. അദ്ദേഹത്തിന് ഇതൊന്നും പോരാ, NIA വേണം, ഇവിടെയുള്ള പാവപ്പെട്ടവർ അങ്ങ് തിഹാർ ജയിലിലാവണം. സാറ് കേരള പോലീസിലാ ജോലി ചെയ്തത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും സാറ് മാന്യമായിട്ട് ജോലി ചെയ്തു എന്ന. പക്ഷെ വിളിച്ചു പറയുന്നത് നേതാക്കൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ സാറ് ചെയ്തതൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ ചില യൂണിയനുകൾ പ്രവർത്തിക്കും, BMS ഇവിടെ ലോഡെടുക്കുന്നതും അതുപോലെ തന്നെ CID കാരൻ ലോഡിറക്കുന്നതും INTUS കാരൻ ലോഡിറക്കുന്നതും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണെന്നുള്ള വിശ്വാസം നമുക്കില്ല. അവരെ ഭരിക്കുന്ന അവർക്കാരാണ് കൂലി കൊടുക്കുന്നത്. ആ കൂലി കൊടുക്കുന്നവർ നിയന്ത്രിക്കുന്ന ഭരണത്തിനനുസരിച്ച് നിൽക്കുന്നത് പോലീസിന്റെ പിന്നെ കടമയാണ്. ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വകുപ്പിന്റെ ആവശ്യം എന്താണ്? വെറുതെ അലങ്കാരികമായിട്ടാണോ രമേശ് ചെന്നിത്തല അവിടെ കയറിയിരിക്കേണ്ടത്?